ആദ്യ മത്സരത്തിൽ കൊൽക്കത്തയ്ക്കും ഹൈദരാബാദിനും ഒരേപോലെ തിരിച്ചടിയായത് ബൗളിംഗ് നിര. കൂറ്റൻ സ്കോറുകൾ അടിച്ചെടുത്തിട്ടും പ്രതിരോധിക്കാൻ ഇരു ടീമുകൾക്കും സാധിച്ചില്ല. റൺസ് വിട്ടുകൊടുക്കുന്നതിൽ ഇരു ടീമുകളിലെയും ബൗളർമാർ വരുത്തിയ പിഴവുകൾ ഹൈദരാബാദിനും കൊൽക്കത്തയ്ക്കും തിരിച്ചടിയായി. ആദ്യ മത്സരത്തിൽ നിരാശപ്പെടുത്തിയെങ്കിലും ബൗളിംഗ് നിരയിൽ വലിയ അഴിച്ചുപണിക്ക് സാധ്യതയില്ല. കൊൽക്കത്ത നിരയിൽ ഓൾറൗണ്ടർ കാമറോൺ ഗ്രീനിന് പകരം റോഹ്മാൻ പവൽ ടീമിലെത്തിയേക്കാം. ബ്ലെസ്സിംഗ് മുസ്റബാനിയും വരുൺ ചക്രവർത്തിയും അവസരത്തിനൊത്തു ഉയരാത്തത് ടീമിന് തലവേദനയാണ്. പാറ്റ് കമ്മിൻസിന്റെ അഭാവം സൺറൈസേഴ്സിന്റെ ബൗളിംഗ് നിരയെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഡെത്ത് ഓവറുകളിലെ പന്തടക്കം തിരിച്ചു പിടിക്കുക എന്നതാകും ഇന്ന് അജിങ്ക്യ രഹാനെയുടെയും ഇഷാൻ കിഷന്റെയും മുന്നിലുള്ള വെല്ലുവിളി. ബാറ്റിംഗിൽ ഇരു ടീമുകൾക്കും ആശങ്കയേതുമില്ല. ക്യാപ്റ്റന്മാർ മുന്നിൽ നിന്ന് നയിക്കുന്ന ബാറ്റിംഗ് ഹൈദരാബാദിനും കൊൽക്കത്തയ്ക്കും കരുത്തു പകരുന്നുണ്ട്. ആദ്യ മത്സരത്തിൽ മുംബൈക്കെതിരെ രഹാനെയും ബംഗളൂരുവിനെതിരെ ഇഷാൻ കിഷനും അർദ്ധ സെഞ്ചുറിയുമായി കളം നിറഞ്ഞിരുന്നു. അംഗ്രീഷ് രഘുവംശി, ഫിൻ അലൻ എന്നിവരുടെ ഫോം KKRന് കരുത്താകുമ്പോൾ അനികേത് വർമ്മയും ഹെൻറിച്ച് ക്ലാസനുമാണ് സൺറൈസേഴ്സിന്റെ ബലം. IPL-ൽ കൊൽക്കത്തയും ഹൈദരാബാദും തമ്മിലുള്ള പോരാട്ടങ്ങൾ എപ്പോഴും ആവേശകരമാണ്. ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനാണ് മുൻതൂക്കം. ഇരു ടീമും ഏറ്റുമുട്ടിയ 30 മത്സരങ്ങളിൽ 20 എണ്ണത്തിൽ ജയം കൊൽക്കത്തയ്ക്കൊപ്പം. ഹൈദരാബാദിന് ജയിക്കാനായത് 10-ൽ മാത്രം. ഇതിൽ 2024 ഫൈനലിൽ സൺറൈസേഴ്സിനെ തോൽപ്പിച്ചാണ് നൈറ്റ് റൈഡേഴ്സ് 3ാം കിരീടമുയർത്തിയത്. കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടിലെ മുൻതൂക്കവും ഹൈദരാബാദിന്റെ പോരാട്ട വീര്യവും തമ്മിലുള്ള മത്സരം സീസണിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്നാകുമെന്ന് ഉറപ്പാണ്. സീസണിലെ ആദ്യ പോയിന്റ് ആര് നേടും? ഈഡൻ ഗാർഡൻസിൽ ആര് വീഴും ആര് വാഴുമെന്ന് കാത്തിരുന്ന് കാണാം.